ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കുട്ടി വ്ലോഗ്. ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. രാവിലെ പതുക്കെ എണീറ്റാൽ മതിയായിരുന്നു. സജിത്തിന് ഇന്ന് രാവിലെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈവനിങ് ഇനി ഒരു 4:30ക്കാണ് കേട്ടോ ഷിഫ്റ്റ് ഉള്ളത്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ടൈമാണ്. അതുകൊണ്ട് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അതുകൊണ്ട് കുറച്ച് നേരം കളിപ്പിച്ച് അങ്ങനെ പതുക്കെ ബെഡിൽ കിടന്ന് പതുക്കെ എണീറ്റാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഫ്രിഡ്ജ് കാലിയാണ്. അതുകൊണ്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് ഇന്ന് എന്തായാലും പോയേ പറ്റൂ. പിന്നെ ഞാൻ ഇൻറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ അമ്മോ, പുറത്ത് ഇതായിരുന്നു കേട്ടോ അവസ്ഥ. രാത്രി നല്ല ഹെവി സ്നോഫോളായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ ഇൻറ്റ് ഞാൻ ബെഡൊക്കെ ശരിയാക്കി റൂം വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ അതിനുള്ള ബ്രഷ് ചെയ്യാനുള്ള ബ്രഷൊക്കെ കൊടുത്ത് പതുക്കെ എൻ്റെ രാവിലത്തെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് ടോണറും സൺസ്ക്രീമും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ പതുക്കെ അടുക്കളയ്ക്ക് കയറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അതുവിനും ഓട്സും സ്പിനച്ചൊക്കെ ഇട്ട പാൻ കേക്കായിരുന്നു. സജിത്ത് പിന്നെ ഇതൊന്നും കഴിക്കാത്ത കാരണം കൊണ്ട് എന്തായാലും ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടണം. അപ്പോൾ ഞാനിന്ന് സജിത്തിന് വേണ്ടിയിട്ട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്തായാലും രാവിലെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ ചായ കുടിക്കാതെ പറ്റില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് ഞാൻ ചായയൊക്കെ വേഗം ഇട്ടു. അതിനുശേഷം പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സറൊക്കെ താഴത്തേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പാൻ കേക്കിന് വേണ്ടിയുള്ള ഐറ്റംസൊക്കെ മിക്സിയിൽ അരച്ചു. എന്നിട്ട് ഒഴിച്ച് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കി സൈഡാക്കിയപ്പോൾ ഉപ്പുമാവിന് വേണ്ട പാത്രം കൂടെ വെച്ചു കേട്ടോ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ സജിത്തനോട് പറയായിരുന്നു കേട്ടോ, അമ്മയ്ക്കും മോനും എന്താ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ പാവം നമുക്ക് ഉപ്പുമാവൊക്കെയെന്ന്. പക്ഷേ ഇത് സജിത്തിന് ഞാൻ കൊടുക്കാത്തതല്ല കേട്ടോ. പുള്ളിക്ക് ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. ആകെ കഴിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഓട്സ് മാത്രമാണ്. പക്ഷേ രാവിലെ ഇതുപോലെ ഉപ്പുമാവും പുട്ടും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലാണ് പുള്ളിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളുടെ മസാല ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛനും മോനും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കാരണം അച്ഛനെ വല്ലപ്പോഴാണ് അവൻ രാവിലെ കിട്ടാറ്. അപ്പം അത് കാരണം കൊണ്ട് പിന്നെ എന്നെ വേണ്ട, അച്ഛനെ മാത്രം മതി. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും സജിത്തതെ അവന് കഴിക്കാനുള്ള സീറ്റൊക്കെ റെഡിയാക്കി കൊണ്ട് വയ്ക്കുകയാണ്. രാവിലെ ഇപ്പം നമുക്ക് പതുക്കെ എല്ലാം ചെയ്താൽ മതി, ഹറിബറി ഒന്നുമില്ല. പിന്നെ മഞ്ഞ് എപ്പോഴും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് മുന്നേ നമ്മൾ വേഗം ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി വാൾമാർട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞധികം കൊള്ളാതെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രാവിലെ ഒന്നും കഴിക്കാണ്ട് നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാൽ ശരിയാവില്ല, തലവേദനയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേഗമാക്കിയത്. ഈ വിൻ്റർ കുറച്ച് ഡിപ്രസ്സിങ് ആണെന്നുള്ളത് ശരിയാണ് കേട്ടോ ഒരർത്ഥത്തിൽ. ഗ്രോസറി ഷോപ്പിംഗ് തന്നെ നമുക്ക് വലിയൊരു പിക്നിക്ക് പോലെയാണ്. വിൻ്ററിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് കേട്ടോ പതുക്കെ സമയമെടുത്ത് എല്ലാം എൻജോയ് ചെയ്തിട്ട് വരാം. പിന്നെ ഈ വിൻ്ററിൽ നമുക്ക് പുറത്തു പോകാനൊന്നും തോന്നില്ലല്ലോ. പോവുകയാണെങ്കിൽ തന്നെ ഒരു 3-4 ലെയർ ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റിയിട്ട് വേണം പോകാൻ. അപ്പം അതിന് ഭേദം പോവാണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ വിൻ്ററിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഫാമിലി ടൈം കിട്ടും. മോൻ്റെ കൂടെ കളിക്കാനും ഹസ്ബൻഡിൻ്റെ കൂടെ സമയം ചിലവഴിക്കാനും, എന്തിനു പറയുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ വരെ. ഈ വിൻ്ററിൽ ആരും അത്രയ്ക്ക് ബിസി ആവില്ലല്ലോ, ആർക്കും എങ്ങോട്ടും പോകാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോൾ വിളിച്ചാലും ഫ്രണ്ട്സും ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഈ വിൻ്ററിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ ഞാൻ ആദൂന് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സജിത്തിൻ്റെ തലവട്ടം കണ്ട പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം ഞാൻ സജിത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, ആദൂനെ കുളിപ്പിക്കുകയും ആദൂൻ്റെ ഡയപ്പർ മാറ്റി ആദൂൻ്റെ ഡ്രസ്സ് മാറ്റിക്കുന്നു. എനിക്ക് പിന്നെ ആദൂൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കൂടുതൽ അവൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഞാനല്ലേ നോക്കാറ്. അപ്പോൾ സജിത്ത് ഇങ്ങനെ ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ പുള്ളി ഉള്ളപ്പോൾ പുള്ളി തന്നെയാട്ടോ എല്ലാം ചെയ്യാറ്.
അസലാമോളെ പിടി കിട്ടി ഇടി കിട്ടി പിടി കിട്ടി പിടി കിട്ടി പിടി കിട്ടി ഇടി കിട്ടി പിടി കിട്ടി കൈയിട്ടേ ആ പുറത്തേ നല്ല മഞ്ഞാണ്. ആ അതുകൊണ്ടാണ് -2 -7 മറ്റോ ഉണ്ട് പുറത്തി. -2 ഉള്ളു തോന്നുന്നു. എനിക്ക് പിന്നെ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഈ വിൻ്ററിൽ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സൺസ്ക്രീമും മോയ്സ്ചറൈസറൊക്കെ. പിന്നെ ഒരു മങ്കി ക്യാപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ റെഡിയായി. വിൻ്റർ ആയതുകൊണ്ട് അങ്ങനെ ഹെവി മേക്കപ്പ് ചെയ്യാൻ നമുക്ക് തോന്നില്ല കേട്ടോ. എനിക്ക് തോന്നാറില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ അധികം തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ ചെറുതായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഇതാട്ടോ അവസ്ഥ. വീണ്ടും മഞ്ഞ് പെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും നല്ല കട്ടയ്ക്ക് മഞ്ഞ് മൂടി കിടക്കായിരുന്നു. റോട്ടിലും അത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഈ റോഡ് എപ്പോഴും അവർ സോൾട്ട് ഇട്ടിട്ട് മഞ്ഞില്ലാതെ ക്ലിയർ ആക്കും കേട്ടോ. അത് കാരണം കൊണ്ട് വണ്ടി ഓടിക്കാൻ വലിയ പാടുണ്ടാവില്ല. നമ്മൾ നടക്കാറില്ല. എന്താ പ്രശ്നം? ശരി എന്നാ വേണ്ട വേണ്ട. ഇന്നൊരു ദിവസം ഓക്കെ കേട്ടാ. നാളെ നടന്നോളോ. ശരി മതി. ഒരെണ്ണം ഓൾറെഡി വെച്ചില്ലേ, ഇനി തരാൻ പറ്റില്ല കേട്ടോ. ഇല്ല മോനെ ഇല്ല. വഴിന്ന് അടിയും മേടിച്ച് പോരാ. ആ അയ്യോ ആ മോട്ടെ മേടിച്ച് പോവാണോ? ബൈ ബൈ. നമുക്ക് ഇങ്ങനെ പോണ്ടോ? അതെടുത്തോ. ആ പറ്റൂലോ. പറ്റുന്ന അടിച്ചു തരാം. അതെടുത്തോ. അച്ചു സൂക്ഷിച്ചേ. അത് വേണ്ട കണ്ണാ, നമുക്കതിട്ട് കളിക്കാൻ സ്ഥലമില്ല കേട്ടോ. അതവിടെ വെക്കേ, അവിടെ എടുത്ത് വെക്കേ കണ്ണാ. നമുക്കത് കളിക്കാൻ സ്ഥലമില്ലേ വീട്ടില്. വേണ്ട മോനെ.
വീക്കിലി വൺസൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാറ്. അതും ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് സംഭവങ്ങളൊക്കെ വേഗം തീർന്നു പോകും. ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും പുറത്ത് ഇതായിട്ടോ അവസ്ഥ. നല്ല സ്നോ സ്റ്റോം ആയിരുന്നു. പിന്നെ സജിത്തിന് 4:30 ഷിഫ്റ്റിന് പോകാനുള്ള കാരണം ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് ലഞ്ചൊക്കെ ഒപ്പിച്ചു കേട്ടോ. വെറുതെ കുറച്ച് ക്യാരറ്റും ഒനിയനൊക്കെ ഇട്ടിട്ട് ഒരു ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ തലേദിവസം രാത്രി ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഫുഡ്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് വേഗം തട്ടിക്കൂട്ടി ആ ചിക്കൻ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കേട്ടോ. ലഞ്ച് കഴിക്കുമ്പോഴേ പുറത്ത് നല്ല മഞ്ഞായിരുന്നു. ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഈ തണുപ്പ്, വീടിൻ്റെ അകത്തേക്ക് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കിടന്നു. പിന്നെ സജിത്ത് 4:30 ഷിഫ്റ്റിന് പോകുമ്പോഴാണ് കേട്ടോ എൻ്റെ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.